ഓഗസ്റ്റ് 13 ബുധനാഴ്ച. മത്തായി 18:15 മുതൽ 20 വരെ വാക്യങ്ങൾ. വാഷിങ്ടൺ DC-യിലെ ഒരു പള്ളിമേടയിൽ ഫോൺ അടിച്ചു. മറുവശത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം: അടുത്ത ഞായറാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് അമേരിക്കയിലെ പ്രസിഡൻ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ പാസ്റ്റർ മറുപടി പറഞ്ഞു: പ്രസിഡൻറ്റിൻ്റെ പദ്ധതികൾ എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ യേശു ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ തവണയും ഒരുമിച്ച് വരുമ്പോൾ യേശു നമ്മോടൊപ്പം കൂടി വരുമെന്ന് പലപ്പോഴും നമ്മൾ മറക്കുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കാനും കർത്താവിൻ്റെ അത്താഴം കഴിക്കാനും കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ മേശയിൽ നാം കൂടി വരുമ്പോഴെല്ലാം സംഭവിക്കുന്ന വലിയൊരു രഹസ്യമാണിത്, യേശുവിൻ്റെ സാന്നിധ്യം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് വരുന്നിടത്ത് ഞാനും അവരോടൊപ്പം ഉണ്ടായിരിക്കും. 2 ഭക്തരായ ജൂതന്മാർ യഹൂദ ന്യായപ്രമാണത്തിലെ വാക്കുകൾ ചർച്ച ചെയ്യാൻ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് യഹൂദ റബ്ബികൾ അവകാശപ്പെട്ടിരുന്നു. യേശു പരാമർശിക്കുന്ന അവൻ്റെ നാമത്തിലുള്ള കൂടിവരവ് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള ഒരു കൂടിവരവാണ്. ഒരു ക്രിസ്തീയ സഭ എന്ന നിലയിൽ നാം യഹൂദ ന്യായപ്രമാണത്തിലെ വാക്കുകളെ ചുറ്റിപ്പറ്റിയല്ല, മറിച്ച് യേശുവിൻ്റെ വാക്കുകളെ ധ്യാനിച്ചാണ് ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ യേശു നമ്മുടെ ഇടയിലുണ്ടായിരിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന നിലയിൽ അവൻ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ആരാധിക്കാൻ നാം ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം കർത്താവ് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നത് ഒരു വലിയ കൃപയാണ്, പദവിയാണ്. എന്നിരുന്നാലും അത്തരമൊരു കൃപയ്ക്ക് അർഹമായ രീതിയിൽ ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുകൂടി ഓർക്കുക. പ്രാർത്ഥനയ്ക്കായി നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് നമ്മുടെ ദൈനംദിന ജോലികളിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഒരു സംഖ്യയും ചെറുതല്ല, ഒരാൾക്ക് തുല്യമായത് ചെയ്യുക. കർത്താവിൻ്റെ നാമത്തിൽ 2 പേർ ഒരുമിച്ച് കൂടുമ്പോൾ പോലും അവൻ അവരുടെ മധ്യത്തിലുണ്ട്. വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടുന്നതിൽ ഒരു വലിയ മൂല്യമുണ്ട്, 2 പേരാണെങ്കിൽ പോലും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് നാം ഒരു ഇടം സൃഷ്ടിക്കുകയാണ്. യേശുവിൻ്റെ ഈ വചനം നമ്മുടെ എല്ലാ കൂടിവരവുകൾക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ മൂല്യം വലുതാണ്. പ്രാർത്ഥനയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയുള്ള അല്ലെങ്കിൽ കുർബാനയ്ക്കോ വിശ്വാസ സമ്മേളനത്തിലോ ആളുകൾ കുറവാണെന്ന വസ്തുതയിൽ പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറുണ്ട്. എന്നാൽ 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ വിലപിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ അത് ആഘോഷമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുമ്പോഴെല്ലാം അവൻ നിഷ്ക്രിയമായ രീതിയിലല്ല അവിടെ ഉള്ളത്. അവൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും സജീവവും ജീവൻ നൽകുന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമായ ഒരു സാന്നിധ്യമാണ്. രണ്ടുപേർ പോലും കർത്താവിൻ്റെ നാമത്തിൽ ഒത്തുകൂടുമ്പോൾ
വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്നു. ശാരീരികമായ ഒത്തുചേരലിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കർത്താവ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒത്തുചേരലുകളുടെ മൂല്യത്തെയോ അവ എത്ര ചെറുതാണെങ്കിലും അവയ്ക്ക് രൂപാന്തരപ്പെടുത്താനുള്ള ശക്തിയെയോ നാം ഒരിക്കലും കുറച്ച് കാണരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ ഫ്രം ബാംഗ്ലൂർ.